പാകിസ്ഥാന് താക്കീതുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സർക്രീക്കിൽ പാക് സൈന്യം അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ച സാഹസത്തിന് മുതിർന്നാൽ ശക്തമായ മറുപടി നൽകുമെന്ന് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി. 1965 ഇന്ത്യൻ സൈന്യത്തിന് കറാച്ചിയിലെത്താമെങ്കിൽ 2025 അവിടെ എത്താൻ പ്രയാസമില്ലെന്നും പ്രതിരോധ മന്ത്രി ശാസിച്ചു. ഗുജറാത്ത് പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ചതുപ്പ് മേഖലയായ സർക്രീക്കിലേക്ക് പാകിസ്ഥാൻ സൈനിക നീക്കം വർദ്ധിപ്പിച്ചു. 96 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മേഖലയിൽ പാകിസ്ഥാൻ സൈന്യം അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ച് സാഹസത്തിന് മുതിർന്നാൽ ശക്തമായ മറുപടി നൽകുമെന്നാണ് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയത്. സർക്രീക്ക് പ്രദേശത്തെ അതിർത്തി പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും പാകിസ്ഥാന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. സർക്രീക്ക് മേഖലയ്ക്ക് മേൽ പാകിസ്ഥാന് ദുരുദ്ദേശമുണ്ടെങ്കിൽ ഭാരതത്തിന്റെ പ്രതികരണത്തിൽ പാകിസ്ഥാന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും മാറിപ്പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. 1965 ഇന്ത്യൻ സൈന്യത്തിന് കറാച്ചിയിലേക്ക് എത്താമെങ്കിൽ 2025 സർക്രീക്ക് വഴി ഭാരത സൈന്യത്തിന് കറാച്ചിയിലെത്തുന്നത് ശ്രമകരമല്ലെന്നും പ്രതിരോധ മന്ത്രി ഓർമ്മിപ്പിച്ചു. സർക്രീക്ക് ഇലാക്കെ में पाकिस्तान की ओर से कोई भी हिमाकत की गई तो उसे ऐसा करारा जवाब मिलेगा कि इतिहास और भूगोल दोनों बदल जाएंगे मेरे साथियों। और 1965 की जंग में भारत की सेना ने लाहौर तक पहुंचने का सामर्थ्य भी दिखाया। आज 2025 में पाकिस्तान को याद रखना चाहिए कि कराची का एक रास्ता क्रीक से ही होकर गुजरता है. പാകിസ്ഥാന്റെ ഏതു ഭാഗത്തും പ്രഹരണമേൽപ്പിക്കാൻ ഭാരതത്തിന്റെ സൈനിക ശേഷിക്കാകുമെന്ന് തെളിയിച്ച സംഭവമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും പാകിസ്ഥാന്റെ തീവ്രവാദ നിലപാടിനെതിരെ പോരാട്ടം തുടരുമെന്നും ഗുജറാത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ജനം, ഡൽഹി.